ഹായ്, ഞാൻ നിങ്ങളുടെ വൃക്ക. ഞാൻ ദിവസേന 150 ലിറ്ററോളം രക്തം ശുദ്ധീകരിക്കുന്നു. നിങ്ങളുടെ രക്തത്തിലെ മാലിന്യങ്ങളെ നീക്കം ചെയ്യാൻ സഹായിക്കുന്നു. അതുവഴി നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നു. എന്നാൽ ഇന്ന് എന്റെ അവസ്ഥയോ? അയ്യോ, വേദനിക്കുന്നേ, രക്ഷിക്കണേ. ഹായ്, ഞാൻ ഡോക്ടർ ആതിര. വൃക്കയിൽ പലതരത്തിലുള്ള കല്ലുകളുണ്ടെന്ന് നാം കണ്ടല്ലോ. ഇനി നമുക്ക് ഇവ ഓരോന്നും വൃക്കകളിൽ എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്നതിനെ കുറിച്ച് നോക്കാം. കൂടുതൽ പേരിലും കാണപ്പെടുന്നതാണ് കാൽഷ്യം ഓക്സലേറ്റ് സ്റ്റോണുകൾ. ഓക്സലേറ്റുകൾ ധാരാളം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നവരോടാണ് ഓക്സലേറ്റ് സ്റ്റോണുകൾ വൃക്കകളിൽ രൂപപ്പെടുന്നത്. ഓക്സലേറ്റുകൾ ധാരാളം അടങ്ങിയ ചീര, നട്ട്സ്, ചോക്ലേറ്റ്, ചെറുപയർ, തക്കാളി എന്നിവ കഴിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിലെത്തുന്ന ഓക്സലേറ്റുകൾ വൃക്കകളിൽ വെച്ച് കാൽഷ്യമായി കൂടി ചേർന്നാണ് കാൽഷ്യം ഓക്സലേറ്റ് സ്റ്റോണുകൾ രൂപപ്പെടുന്നത്. അതുപോലെ തന്നെ കുറച്ചു മാത്രം വെള്ളം കുടിക്കുന്നവരിലും കാൽഷ്യം ഓക്സലേറ്റ് സ്റ്റോണുകൾ രൂപപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വൃക്കകളിൽ രൂപപ്പെടുന്ന മറ്റു തരത്തിലുള്ള കല്ലുകളാണ് യൂറിക് ആസിഡ് സ്റ്റോണുകൾ. ഇവ പ്യൂരിൻ ധാരാളമായി അടങ്ങിയ ഭക്ഷണങ്ങൾ നാം കഴിക്കുന്നതിലൂടെയാണ് വൃക്കകളിൽ രൂപപ്പെടുന്നത്. പ്യൂരിൻ ധാരാളമായി അടങ്ങിയ ചാള, അയില, നത്തോലി, ചെമ്മീൻ, ഞണ്ട്, കൂന്തൽ എന്നീ ഭക്ഷണങ്ങൾ നാം കഴിക്കുമ്പോൾ അതിലൂടെ നമ്മുടെ ശരീരത്തിലെത്തുന്ന പ്യൂരിൻ ലിവറിൽ വെച്ച് എൻസൈമുകളുമായി കൂടി ചേർന്ന് യൂറിക് ആസിഡായി മാറുന്നു. ഇവ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുകയും ചെയ്യും. വൃക്ക രക്തം ശുദ്ധീകരിക്കുന്നതിലൂടെ ഇവ മൂത്രത്തിലേക്ക് പുറന്തള്ളപ്പെടുന്നു. മൂത്രത്തിൽ യൂറിക് ആസിഡിന്റെ അളവ് കൂടുതലാണെങ്കിൽ അവ ക്രിസ്റ്റലുകളായി രൂപപ്പെടുകയും ഈ ക്രിസ്റ്റലുകൾ കൂടിച്ചേർന്ന് സ്റ്റോണുകളായി രൂപപ്പെടുകയും ചെയ്യും. സ്ട്രവേറ്റ് സ്റ്റോണുകൾ മൂത്രാശയത്തിൽ അണുബാധ ഉണ്ടാക്കുന്ന പ്രോട്ടിയേസ്, ക്ലെപ്സില്ല, സ്യൂഡോമോണസ് തുടങ്ങിയ ബാക്ടീരിയകളുടെ പ്രവർത്തനം മൂലം മൂത്രത്തിലെ pH ഉയരുന്നു. ഈ ഉയർന്ന pH ഉള്ള മൂത്രത്തിൽ മഗ്നീഷ്യം, ഫോസ്ഫേറ്റ്, അമോണിയ എന്നിവ കൂടിച്ചേർന്നാണ് സ്ട്രവേറ്റ് സ്റ്റോണുകൾ രൂപപ്പെടുന്നത്. സിസ്റ്റിൻ സ്റ്റോണുകൾ. സിസ്റ്റിൻ യൂറിയ എന്ന ജനിതക രോഗമുള്ളവരാണ് സിസ്റ്റിൻ സ്റ്റോണുകൾ രൂപപ്പെടുന്നത്. നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഒരു അമിനോ ആസിഡാണ് സിസ്റ്റിൻ. സാധാരണയായി വൃക്കകൾ ഈ അമിനോ ആസിഡിനെ മൂത്രത്തിൽ നിന്ന് ആഗിരണം ചെയ്ത് രക്തത്തിലേക്ക് മാറ്റുന്നു. എന്നാൽ സിസ്റ്റിൻ യൂറിയ എന്ന ജനിതക രോഗമുള്ളവരിൽ സിസ്റ്റിൻ മൂത്രത്തിലേക്ക് കൂടുതലായി പുറന്തള്ളപ്പെടുന്നു. ജലത്തിൽ ലയിക്കാത്തതുകൊണ്ട് തന്നെ ഈ സിസ്റ്റിൻ ക്രിസ്റ്റലുകളായി രൂപപ്പെടുകയും ഈ ക്രിസ്റ്റലുകൾ കൂടിച്ചേർന്ന് സ്റ്റോണുകളായി മാറുകയും ചെയ്യും. വൃക്ക സംബന്ധമായ രോഗങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾക്കും ചികിത്സയ്ക്കും വേണ്ടി റിലീഫ് ഹോമിയോപ്പതി ക്ലിനിക്കുമായി ബന്ധപ്പെടുക.